ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധിക സീറ്റ് ചോദിക്കും, അതിന് അർഹതയുണ്ട് എന്നാണ് തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അധിക മന്ത്രിസ്ഥാനം ആവശ്യപ്പെടില്ല എന്ന് ലീഗ് അധ്യക്ഷൻ വ്യക്തമാക്കുകയാണ്. നിലവിൽ സീറ്റുകൾ വെച്ചുമാറുന്നതിൽ തീരുമാനമില്ല, അങ്ങനെ ഒരു തീരുമാനമില്ല എന്നുകൂടി പറയുന്നു. 3 ടേം പൂർത്തിയാക്കി എല്ലാവരെയും തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റില്ല എന്നുകൂടിയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. വി എസ് രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ തങ്ങൾ രഞ്ജിത്തിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കടുംപിടുത്തങ്ങളൊന്നുമില്ല, ലീഗിന് UDF-നെ ഭരണത്തിലെത്തിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പക്ഷേ കുറച്ച് സീറ്റുകൾക്ക് കൂടി അർഹതയുണ്ട്, അത് ചോദിക്കാം. മറ്റ് മന്ത്രിസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം അത്തരം ചർച്ചകളൊന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. ലീഗിന്റെ സുതാര്യമായ നിലപാട് എന്താണ് എന്നുകൂടിയാണ് പറയുന്നത്. ഒരു വിട്ടുവീഴ്ച എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ കടുംപിടുത്തങ്ങളില്ലാതെ ഈ ഇലക്ഷനുമായി മുന്നോട്ട് പോവുക എന്നതാണോ ലീഗ് ഉദ്ദേശിക്കുന്നത്? വിനീത, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ ഇന്ന് മനസ്സിലാക്കുന്നത് UDF-നെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണയമാണെങ്കിലും അതുപോലെ തന്നെ സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിലാണെങ്കിലും ജയസാധ്യത മാത്രമാണ് അവിടെയൊക്കെ പരിഗണിക്കാൻ പോകുന്നത്. അനാവശ്യമായ വിവാദങ്ങളൊന്നും തന്നെ ഉണ്ടാക്കേണ്ടതില്ല എന്നും പറയുന്നു. പക്ഷേ അധിക സീറ്റ് ആവശ്യപ്പെടും എന്ന് പറയുന്നത് 2 കാര്യങ്ങളാവാം അതിന് മുസ്ലിം ലീഗിനെ പ്രേരിപ്പിക്കുന്നത്. ഒന്നുകിൽ തെക്കൻ കേരളത്തിൽ ഒരു അധിക സീറ്റ് കൂടി കിട്ടുക എന്നുള്ളതാണ്. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യവുമാണ്. തെക്കൻ കേരളത്തിൽ അവരുടെ ശക്തിയും അവർക്ക് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ സ്വാധീനം ഇല്ലാതാവുമെന്നുള്ള ഒരു വലിയ ആരോപണമുണ്ട്. അതോടൊപ്പം തന്നെ SDPI പോലുള്ള ശക്തികൾ അവിടെ വളർന്നു വരാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. ഇനി അതല്ലെങ്കിൽ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ലീഗിന്റെ ശക്തി കാണിക്കണമെങ്കിൽ, ലീഗിന് സ്വാഭാവികമായിട്ടും അർഹതപ്പെട്ട് കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ ലീഗ് അധിക സീറ്റ് ചോദിക്കുകയും ഈ മുന്നണിയിൽ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് കഴിഞ്ഞാൽ അതിൽ ഒട്ടും താഴെയല്ലാതെ ലീഗുണ്ട് എന്ന് കാണിക്കാനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വലിപ്പം അത് മുന്നണിയെ അറിയിക്കാനുമൊക്കെ ഈ അധിക സീറ്റ് എന്ന് പറയുന്ന ഡിമാൻഡിന് സാധിക്കും. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഘട്ടത്തിൽ അധിക സീറ്റ് എന്ന് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ മാസം 10-ാം തീയതിക്കുള്ളിൽ അത്തരം ചർച്ചകളൊക്കെ പൂർത്തിയാക്കും. അത് കോൺഗ്രസ് അക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കും എന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വെക്കുന്നു. രണ്ടാമത്തെ കാര്യം സ്ഥാനാർത്ഥി നിർണയമാണ്. വളരെ വ്യക്തമായി ലീഗിന്റെ നയം അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. 3 ടേം വ്യവസ്ഥയില്ല എന്നുള്ളതാണ്. 3 ടേം വ്യവസ്ഥയുണ്ട് എങ്കിൽ പലർക്കും മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. ഒരുപക്ഷെ MK മുനീറിനും PK കുഞ്ഞാലിക്കുട്ടിക്കും ഇളവ് കൊടുത്താൽ പോലും അതല്ലാത്ത പ്രമുഖരായ മറ്റു പല നേതാക്കന്മാരും ഉണ്ട്. PK ബഷീറിനെ പോലെ, ശംസുദ്ദീനെ പോലെ, KPA മജീദിനെ പോലെ, മഞ്ഞളാംകുഴി അലിയെ പോലെ, NA നെല്ലിക്കുന്നിനെ പോലുള്ള നേതാക്കന്മാരുണ്ട്. ഇവരിൽ ആർക്കും മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും 3 ടേം വ്യവസ്ഥ നിർബന്ധമാക്കിയാൽ. പക്ഷേ അങ്ങനെ ഒരു വ്യവസ്ഥ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്നും ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത് പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അങ്ങനെയുള്ളവർക്ക് തുടർന്നും മത്സരിക്കാനുള്ള അവസരം കൊടുക്കുമെന്ന് പറയുന്നു. യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം കൊടുക്കുമെന്ന് പറയുന്നു. ഇനി ഭരണത്തിലെത്തിയാൽ മുഖ്യമന്ത്രി പദം, ഉപമുഖ്യമന്ത്രി പദം, 5-ാം മന്ത്രിസ്ഥാനം തുടങ്ങിയ അനാവശ്യ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നു. ശരി, വി എസ് രഞ്ജിത്താണ് സാദിഖ് അലി തങ്ങളുമായി അഭിമുഖമെടുത്ത ശേഷം വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം എത്തിച്ചത്. ഏതായാലും 3 തവണ വ്യവസ്ഥയിൽ ഇളവുണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുന്നു.